സിനിമാ താരം മോഹൻരാജ് അന്തരിച്ചു. ഒരുപക്ഷെ കിരീക്കാടൻ ജോസ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ അറിയുക. കാരണം ആ കഥാപാത്രത്തിലൂടെ അത്രയേറെ മലയാളികളുടെ മനസ്സിലും ഇടം നേടിയിട്ടുള്ള നടനാണ്. കഠിനംകുളത്തെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഏറെക്കാലമായി ശരീര അസ്വസ്ഥതകളെ തുടർന്ന് ചികിത്സയിലൊക്കെ ആയിരുന്നു. മലയാള സിനിമയിൽ ഒരുപക്ഷെ വില്ലൻ മുഖങ്ങളിൽ ഏറെ തിളങ്ങി നിന്ന ഒരു കാലം മോഹൻരാജിനുണ്ടായിരുന്നു. കിരീടത്തിലെ കിരീക്കാടൻ ജോസ് എന്ന കഥാപാത്രം തന്നെയാണ് അദ്ദേഹത്തിന് വലിയൊരു അടിത്തറ നൽകിയത്. പിന്നീട് ഒരുപാട് സിനിമകളിൽ, കൂടുതലും വില്ലൻ വേഷങ്ങളിൽ തന്നെയാണ് അദ്ദേഹം അവതരിച്ചത്. 300ഓളം സിനിമകളുടെ പട്ടിക തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ. മറ്റ് ഭാഷകളിൽ, തമിഴിലടക്കം അദ്ദേഹം സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഇപ്പോൾ സിനിമയ്ക്ക് മുൻപിൽ വന്നിട്ടാണെങ്കിലും ഏറെ നാളുകളായിരുന്നു. അവസാനം ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയായിരുന്നു. പാർക്കിൻസൺസ് രോഗമായിരുന്നു. ഇന്ന് 3 മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. കിരീക്കാടൻ ജോസ് എന്ന് പറഞ്ഞാലാണ് പ്രേക്ഷകർക്കും തീർച്ചയായും പെട്ടെന്ന് ഓർമ്മകളിലേക്ക് വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കവിയൂർ പൊന്നമ്മയുടെ മരണം വാർത്ത കണ്ടതാണ്. ആ സമയത്തുമൊക്കെ ഈ കിരീടം പോലുള്ള സിനിമകൾ, അതിൻ്റെ സീനുകളൊക്കെ നമ്മൾ വീണ്ടും കണ്ടതാണ്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു നടനാണ്. അല്ലെങ്കിൽ കിരീടത്തിലെ സേതുവിനെ ഇത്രയേറെ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ ഒരുപക്ഷെ കാരണമായത് അത്ര ഒത്ത ഒരു വില്ലൻ കഥാപാത്രം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ വില്ലൻ കഥാപാത്രത്തെ അതിമനോഹരമായി അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത് കൊണ്ടുകൂടിയാണ്. അത് തീർച്ചയായും മറ്റ് പല സിനിമകളിലും അദ്ദേഹം പിന്നീട് വില്ലൻ വേഷങ്ങളിലൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. എങ്കിൽ പോലും വില്ലൻ മുഖങ്ങളിൽ, മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയ വില്ലൻ മുഖങ്ങളിൽ മോഹൻരാജിൻ്റെ മുഖം എന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം സിനിമാ രംഗത്ത് സജീവമായിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ ഈ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം അസുഖങ്ങളെ തുടർന്ന് പൂർണ്ണമായും വിശ്രമത്തിലുമായിരുന്നു. പാർക്കിൻസൺസ് രോഗവും അദ്ദേഹത്തെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. അവസാനം ഇന്ന് 3 മണിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്.